ഗായ്സ്, അപ്പം ഫസ്റ്റത്തെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് നമ്മളൊരു ഓണത്തിൻ്റെ എനിക്ക് ഓണത്തിൻ്റെ ഒരു സമയമാണ് കേട്ടോ. ഇത് ഉച്ചയാണോ രാവിലെയാണോ ഒന്നും എനിക്കറിയില്ല. അന്ന് രാത്രി തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഏതായാലും ഞങ്ങളിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല. ഞാൻ എല്ലാം മറന്നുപോയി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോന്ന് പോലും ഞാൻ നോക്കാതെയാണ് ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്യുന്നത്. ഫോറെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായില്ല, എന്തോ നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, ശ്രമിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഇവിടുത്തെയും പഴയ ഒരു കട്ടിലും ഇവിടുത്തെ ഒരു കട്ടിലും കൂടെ ചേർത്താണ് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് കേട്ടോ. അവിടെ കിടന്ന പഴയ മെത്തയും പുതിയ ഇന്നലെ ഇന്നൊരു മെത്ത വാങ്ങിച്ചു. അപ്പോൾ ആ മെത്തയും കൂടി ഇട്ടതാണ് ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സുഖമായിട്ട് കിടന്നുറക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഗൈസ് നല്ല സുഖമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതാ പുതിയ കട്ടിലും പഴയ കട്ടിലെന്ന് വെച്ചാൽ, ഞാൻ പൊന്നു കിടക്കുന്നത് പഴയ കട്ടിലും, ഇപ്പുറത്ത് കിടക്കുന്നത് പുതിയതും, പൊന്നു കിടക്കുന്നത് പുതിയതും, അതിൻ്റെ ഇപ്പുറത്തത് പഴയതുമാണ്. അപ്പോൾ ഗായ്സ്, അപ്പം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല ഉറക്കക്ഷീണമുണ്ട്, കുഴപ്പമില്ലാതൊരു ഉറക്കക്ഷീണമൊക്കെയാണുള്ളത് ഗൈസ്. അപ്പം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. രാവിലെ കാണാം. രാവിലെ പൂ പറിക്കാൻ പോയിട്ട് പൂവെല്ലാം കൂടെ താഴെ ഞങ്ങൾ കൊണ്ടുവന്ന് എല്ലാം വീതം വെച്ചുകൊണ്ടിരിക്കണം. നല്ല വെയിലുമുണ്ട്, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ മൂന്നേരും കൂടെയാണ് വീതം വെക്കുന്നത് കേട്ടോ. സോ അത്തപ്പൂടാൻ തുടങ്ങി ഈ ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആരും കൂടിയില്ല. പാൽ ഉപ്പ് നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇല്ല, പിന്നെ നമ്മുടെ വേറെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് എന്തുവാ പറയുന്നത് തേങ്ങാപ്പീര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓരോരോ എവിടെ ഉപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ അത് അതിൻ്റെ ചുറ്റും ചെമ്പരത്തിയുടെ ഒരു ഇലയും പിന്നെ ജമന്തി പൂവുണ്ട്. ഇവിടെ കൂടുതൽ ജമന്തി പൂവുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങളാരും പേടിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എടുത്താണ്ട്. ഇതായിട്ടോ ഫസ്റ്റത്തെ ലുക്ക്. സെക്കൻഡത്തെ ലുക്ക് ഇതാണ് കേട്ടോ, ജമന്തി പൂ വെച്ചപ്പോൾ ഉള്ളത്. അതിൻ്റെ ചുറ്റും ഞാൻ പിന്നെ ഉപ്പും കൂടി ഇട്ടു. ഇതാണ് തേർഡ് ലുക്ക് ഗീസ്. അത് കഴിഞ്ഞ് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഗീസ്. പൂ പറിക്കുക എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല ഗീസ്. ഇതാണ് ഞാൻ പറയുന്നത് ഗീസ്. ഇത് ഫോർത്തത്തെ ലുക്കാണ് കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആരും പേടിക്കുന്നത് ഗീസ്. ഇത്രയായി എന്നാലും ആരും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. രാവിലെ പൂ പറിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആരും മാറുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയായിട്ടോ, അത് ഫുള്ളാക്കിയപ്പോഴത്തേക്കും വേറൊരു പൂവും കൂടെ ചുറ്റിനിട്ടു. അത് തികഞ്ഞില്ലായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു, പള്ളി വരെ പോയിരുന്നപ്പോൾ പറിച്ച പൂക്കളാണ്. പിന്നെ ഈ പൂക്കളാണ് വെച്ചത്. പള്ളിപ്പോൾ പറിച്ചപ്പോൾ വയലറ്റ് പൂ മൊത്തം കവറായില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇട്ട ഈ ഒരു പൂവും മൊത്തമായിട്ട് കവറായില്ലായിരുന്നു. ഞാൻ സ്റ്റോറിക്ക് വേണ്ടി എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഇത് കുഴപ്പമില്ല, ഞാൻ സെറ്റാക്കിയായിരുന്നു. എൻ്റെ ചുറ്റും തേങ്ങാപ്പീരയും ഉജാലയും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിനും പിന്നെ ജമന്തി പൂവായിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും. അപ്പം പൂക്കളം സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഫോട്ടോയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഇടാൻ പറ്റത്തില്ല, നെറ്റില്ലാത്തതൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂടെടുത്ത് മനുഷ്യൻ ചത്തു ഗൈസ്. ചത്തു എന്ന് പറഞ്ഞാൽ അത്ര ചത്തു ഗൈസ്. ചൂടെടുത്ത് മരിച്ചു. അത് ഞാൻ പിന്നെ നിങ്ങൾ പൂക്കളം കാണും. ഞാൻ അപ്പം വിചാരിച്ചില്ലായിരുന്നു എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്യാമെന്ന്. ഫോട്ടോസ് ആഡ് ചെയ്യാനാണ് നല്ല ലുക്ക്. ഇപ്പം ഫിൽറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിൽറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ലുക്കില്ല. ഇത് വെള്ളിച്ചേഷനാണ് കേട്ടോ. വെള്ളിച്ചേഷൻ അടുത്ത് പൂക്കളത്തിന് കാവല് പോലെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ പൂക്കളം മൊത്തം സെറ്റായി. ഞാൻ ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൂക്കളം സെറ്റാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തത് ഗൈസ്. ഇപ്പോൾ ബൈ ഗൈസ്. അത് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ ഫോണൊക്കെ കണ്ടു, ടി വി ഒക്കെ കണ്ട് കുറച്ച് ഇട്ടിരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശക്കാനും തുടങ്ങിയത് മാത്രമല്ല, ഞങ്ങളുടെ ആൻറ്റി ഞങ്ങൾ വന്ന് അവന്മാരുടെ അപ്പയമ്മയും വന്ന് ഞങ്ങൾക്ക് ഓണക്കോടിയൊക്കെ ആയിട്ട് ഗൈസ്.
ക്യാമറ കുറച്ച് പശക്കാണ്. ക്യാമറ ഒന്നും ഇവിടെ ആയതുകൊണ്ട് ക്യാമറ വൃത്തിയായിട്ടൊന്നും എടുത്ത് വെക്കാനുള്ള സ്ഥലവും സൗകര്യവും ഒന്നും നമുക്കില്ല. എന്തായാലും എനിക്ക് കിട്ടിയതൊരു ടോപ്പും പാൻറ്റും ആണ്. വൈറ്റ് പാൻറ്റ് അടിപൊളി പാൻറ്റാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു വൈറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റ് ടോപ്പും വേണമെന്ന്. എന്തായാലും അങ്ങനെ കിട്ടി. ഒരു ബ്ലൂ ഷർട്ടുമാണ് കേട്ടോ. എനിക്ക് ഷർട്ട് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇത് രണ്ടും കൂടെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടപ്പെട്ടു, വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. രണ്ടും കുഴപ്പമില്ലാതെ. ഇത് ആൻറ്റി വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇത് എയർപോർട്ടിൽ പോകുമ്പോൾ ഇടും. നല്ല സോഫ്റ്റാണ് കേട്ടോ ആവശ്യം, തലയുടെ ആവശ്യം. മിക്കവാറും ഇത് എയർപോർട്ടിൽ പോകുമ്പോഴായിരിക്കും ഇടാൻ ഉള്ള സാധ്യത വളരെ കൂടുതൽ. ഞാൻ ഇപ്പോഴെല്ലാം എഡിറ്റ് ചെയ്ത് വെക്കാനിട്ട് വീഴ്ചനിട്ട് മിക്കവാറും ഇതെല്ലാം അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഗൈസ് ഒന്നും പിടിക്കണം. എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ പാൻറ്റ്. ഇതാണ് എൻ്റെ ടോപ്പ്. ഞാൻ കാണിക്കുന്നില്ലേ? എന്തായാലും ഞാൻ ടോപ്പ് കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇത് വെച്ച് കുളിക്കാൻ പോകണം ഗൈസ്. ഗൈസ് എൻ്റെ ടോപ്പും പാൻറ്റും പുതിയ ടോപ്പും പാൻറ്റും ഇട്ടാൻ പോകണം. ഓണക്കോടി ഇടാൻ പോകണം ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഞാനത് വിചാരിച്ചൊരു വീഡിയോ ആണെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം സെറ്റ് പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ മൊത്തം സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ, കുഴപ്പമില്ല, എനിക്ക് ചേരുന്നുണ്ടല്ലോ. അവനെ മാറ്റി ഞാൻ നിർത്തിയതാണ്. സോ എൻ്റെ ഫുൾ സെറ്റപ്പ് ഇത് അമ്മയുടെ ഡ്രസ്സ് മാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് ഇട്ട ഒരാളുണ്ടല്ലോ, അതാണ്ട് പാൻറ് ഇട്ടേക്കുന്നത്, അവൻ്റെ അത് ഓണക്കോടിയാണ് കേട്ടോ. ഇങ്ങനെ വേണ്ടെന്ന് എൻ്റെ ഒരു ഇത് കണ്ടോ ഗൈസ്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഫുൾ സദ്യ ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇത്രയും കാണിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഓലനും കൂടെ ഞാൻ എടുത്ത് കഴിച്ചു ഗൈസ്. ഓലൻ പൊള്ളി സാധനമാണ്. പിന്നെ ഞാൻ ഉപ്പേരും കൂടെ കഴിച്ചു. അപ്പോൾ സൂപ്പറാണ് കേട്ടോ സദ്യ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.